Good morning to all of you. Today we are going to talk about time booking. Time booking is the recording of actual time spent by a worker in various jobs, processes, or operations carried out by him. In other words, it is the job-wise analysis of time of direct workers. Both the starting and finishing time of each job will be recorded. The difference between the finishing time and starting time is considered as the time spent on that job. ടൈം ബുക്കിംഗ് എന്ന് പറയുക ഓരോ ജോബിനും ഓരോ പ്രോസസ്സിനും എത്രമാത്രം സമയം ഒരു വർക്കർ ചെലവഴിച്ചു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുക. ആയതിനാൽ തന്നെ ഇത് സ്വാഭാവികമായും ഒരു ജോബ് വൈസ് അനാലിസിസ് ആയിട്ടാണ് കരുതുക. ഒരു വർക്ക് ആരംഭിക്കുന്ന സമയവും അവസാനിക്കുന്ന സമയവും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർക്കിന്, ഒരു പ്രോസസ്സിന് എത്രമാത്രം സമയം ആ വർക്കർ എടുത്തു എന്ന് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുക. Need, purpose, importance or advantages of time booking. Efficient utilization of time spent. Time booking helps to ensure that the time for which a worker has been paid is properly and efficiently utilized. ഒരു വർക്ക് ആരംഭിച്ച് പൂർത്തീകരിക്കുന്നതിനുള്ള സമയം ആ വർക്കർ വളരെ കാര്യക്ഷമമായി വിനിയോഗിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായകമാകും. ഹെൽപ്സ് ഇൻ ദി അലോക്കേഷൻ ഓഫ് ലേബർ കോസ്റ്റ്. ഓരോ ജോബിൻ്റെയും അഥവാ ഓരോ പ്രോഡക്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ലേബർ കോസ്റ്റ് ചാർജ് ചെയ്യാൻ ടൈം ബുക്കിംഗ് സഹായകമാകുന്നുണ്ട്. ഹെൽപ്സ് ഇൻ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്. ടൈം ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്രമാത്രം ലേബർ കോസ്റ്റ് ആണെന്നും ലേബർ അവർ ഉണ്ടെന്നും കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹെൽപ്സ് ടു നോ ദ ഐഡിൽ ടൈം. Idle time is the time for which payment is made by the employer but no benefit is obtained from the employee. The cost of idle time is difference between the time for which payment is made and the payment for the time which he has worked on a job or jobs. Idle time എന്ന് പറയുക അയാൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു വർക്ക് പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ടൈമും അയാൾ ആ വർക്ക് എത്രമാത്രം സമയം കൊണ്ട് പൂർത്തീകരിച്ചു എന്നതും തമ്മിലുള്ള ഡിഫറൻസാണ്. Calculating the actual amount payable. Time booking helps in calculating the actual amount payable to a worker on any wage system, including incentive scheme. Next one is methods of time booking. Daily time sheet, weekly time sheet, job card or job ticket, and time come job card. Daily time sheet. ഇവിടെ ഓരോ ദിവസവും ഒരു വർക്കർ ഏതൊക്കെ വർക്കിലാണ് എൻഗേജ് ചെയ്യുക, ആ ഓരോ വർക്കിൻ്റെയും ടൈം എത്രമാത്രമാണ് എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും അത് ഫോർമാൻ കൗണ്ടർ സൈൻ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഡെയിലി ടൈം ഷീറ്റ്. ഇത് സ്മോൾ ഫാക്ടറീസിനാണ് കൂടുതൽ അനുയോജ്യമാവുക. Under the system, each worker is provided with a daily time sheet wherein he should record the time spent by him on each work on a day.
വീക്ക്ലി ടൈം ഷീറ്റ്. ഒരു ആഴ്ചയിൽ ഒരു വർക്കർ എത്രമാത്രം സമയം ഓരോ വർക്കിനുമായി ഉപയോഗിച്ചു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്ന ടൈം ഷീറ്റാണ് ഇത്. അതുപോലെ തന്നെ പലപ്പോഴും ഒരു വർക്ക് പൂർത്തീകരിക്കാൻ ഒരു ദിവസത്തിൽ കൂടുതൽ ആവശ്യമുണ്ട് എങ്കിൽ അങ്ങനെ വരുന്ന വർക്കുകൾ റെക്കോർഡ് ചെയ്യുന്നതിനും ഈ മെത്തേഡാണ് കൂടുതൽ അനുയോജ്യം. It is a sheet in which each worker records the work done or job accomplished by him for a complete week. ജോബ് കാർഡ് ഓർ ജോബ് ടിക്കറ്റ്. ഇവിടെ ഓരോ വർക്കർക്കും ഒരു ജോബ് കാർഡ് അഥവാ ജോബ് ടിക്കറ്റ് നൽകിയിരിക്കും. ആ ജോബ് കാർഡിൽ ഏത് വർക്കാണ് അയാളെ ഏൽപ്പിച്ചിരിക്കുക, ആ ജോബിൻ്റെ നമ്പർ എന്താണ്, അത് ഏത് സമയത്താണ് ആരംഭിക്കുക, ഏത് സമയത്താണ് ഫിനിഷ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് വർക്കർ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജോബ് കാർഡ് ഓർ ജോബ് ടിക്കറ്റ്. ഇത് വർക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ഫോർമാൻ കൗണ്ടർ സൈൻ ചെയ്യുന്നതുമാണ്. ടൈം കം ജോബ് കാർഡ്. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് ഫാക്ടറി ഗേറ്റിൽ വരുന്ന ടൈം റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ വർക്കിനും പൂർത്തീകരിക്കുന്ന സമയവും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആയതിനാൽ ഗേറ്റ് ടൈമും ടൈം ബുക്ക്ഡും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. This is a card in which time keeping as well as time booking can be recorded by the worker. Since in the same card we get side by side the gate time and the working time, it becomes easy to reconcile the gate time with the time booked. Any discrepancy may be brought to light without delay. Differences between timekeeping and time booking. Timekeeping is meant to record the time of arrival and departure of a worker in the factory, whereas time booking is for recording the time actually spent by a worker on a job or operation. Timekeeping is done to comply with the statutory requirements, whereas time booking is no legal compulsion for time booking. Timekeeping is to ensure regular attendance of workers in the organization, whereas under time booking is to ensure effective utilization of labor time. Timekeeping helps to compute the total wages payable to the workers, whereas time booking helps to compute the labor cost of each job or operation. Timekeeping is recorded worker wise, whereas time booking is recorded job wise. Timekeeping is the responsibility of the personnel department, whereas time booking is the responsibility of the production department. Timekeeping is done at the gate, whereas time booking is done in production centers. Timekeeping is recorded by the timekeeper, whereas time booking is recorded by foreman.
Features, factors, or essentials of a good wage system. A good wage system should possess the following essentials: easy to understand, easy to calculate, ensure minimum living wages, satisfaction to workers, motivation, suitability, relation with the nature of work, choice between quantity and quality, and effect on overhead.